ഇന്ത്യയുടെ റിസർവ് ബാങ്കിനെ വെറും ധനകാര്യ സ്ഥാപനം എന്ന നിലയിലല്ല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ധനകാര്യ സ്ഥാപനമാണെങ്കിലും വരവും ചെലവും കണക്കാക്കി ലാഭം സർക്കാരിന് ഡിവിഡൻഡായി നൽകാം. റിസർവ് ബാങ്ക് വിലപ്പെരുപ്പം നിയന്ത്രിക്കുകയും രാജ്യത്തെ അറ്റാദായം നിരീക്ഷിക്കുകയും ആവശ്യത്തിന് കറൻസി അച്ചടിക്കുകയും ഒക്കെ ചെയ്യുന്ന സംവിധാനമാണ്. നോട്ട് അച്ചടിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് എത്ര ലക്ഷം കോടിയും അച്ചടിച്ച് സർക്കാരിന് നൽകാം എന്ന് അർത്ഥമില്ല. വിപണിയിൽ കറൻസി എത്തിക്കുന്നതിന് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. അത് പാലിച്ചില്ലെങ്കിൽ രൂപയുടെ മൂല്യം കുത്തനെ ഇടിയും. ഇപ്പോൾ തന്നെ ഡോളറിന് 85 രൂപയുടെ പരിസരത്താണ്. ഇനിയും ഇടിഞ്ഞാൽ വിദേശത്തൊന്നും ഒരു വിലയുമില്ലാത്ത രാജ്യമായി ഇന്ത്യ മാറും. റിസർവ് ബാങ്കിന് ലാഭം കിട്ടുന്ന ചില വഴികളുണ്ട്. ഉദാഹരണത്തിന് 100 രൂപയുടെ ഒരു നോട്ട് അച്ചടിക്കുന്നു എന്ന് കരുതുക. മറ്റു ബാങ്കുകളിൽ 100 രൂപ നൽകിയാണ് ഇത് റിസർവ് ബാങ്കിൽ നിന്ന് വാങ്ങുന്നത്. യഥാർത്ഥത്തിൽ റിസർവ് ബാങ്കിന്റെ ചെലവ് 40 രൂപയിൽ താഴെയാകും. ശേഷിക്കുന്ന തുക ലാഭമായി അക്കൗണ്ടിൽ കിടക്കും. ഇതുകൂടാതെ പൊതുമേഖലാ ബാങ്കുകൾക്കും സർക്കാരിനും നൽകുന്ന വായ്പയുടെ പലിശയുമുണ്ട്. പിന്നെ മറ്റു രാജ്യങ്ങളുടെ കടപ്പത്രങ്ങൾ വാങ്ങിയുണ്ടാക്കുന്ന ലാഭമുണ്ട്. ഇതെല്ലാം ചേരുന്ന തുകയാണ് റിസർവ് ബാങ്കിന്റെ വരുമാനം.